ലോകമെമ്പാടുമുള്ള എല്ലാ ഗുഡ്നസ് ടി വി പ്രേക്ഷകരെയും ഡിവൈൻ വോയിസ് വചന ശുശ്രൂഷയിലേക്ക് ഏറെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. നാളെ നമ്മൾ വലിയ ആഴ്ചയിലേക്ക് പ്രവേശിക്കുകയാണ്. രക്ഷാകര ചരിത്രത്തിലെ ഏറ്റവും നിർണായകമായ സംഭവങ്ങൾക്ക് സാക്ഷ്യം വഹിച്ച ദിവസങ്ങളിലൂടെയാണ് നമ്മൾ കടന്നു പോകാൻ പോകുന്നത്. നാളെ നമ്മൾ ഓശാന തിരുനാൾ ആഘോഷിക്കുകയാണ്. തനിച്ച് കതകടച്ച് നിശബ്ദരായി മുറിയിലിരുന്ന് പ്രാർത്ഥിക്കുവാൻ നമ്മളെ പഠിപ്പിച്ച നമ്മുടെ തമ്പുരാൻ ഇവിടെ പ്രാർത്ഥനയുടെ മറ്റൊരു മുഖം, മറ്റൊരു വാതിൽ തുറക്കുകയാണ്. വ്യത്യസ്തമായൊരു പ്രാർത്ഥനാ രീതി, ഒരു ആരാധനാ രീതി, ആരവങ്ങളോടെ, ജയ്വിളികളോടെ, സ്തുതിഗീതങ്ങളോടെ യേശുനാഥൻ ജെറുസലേം ദേവാലയത്തിലേക്ക് പ്രവേശിക്കുന്ന മനോഹരമായ സംഭവം. സക്കറിയ പ്രവാചകന്റെ പുസ്തകത്തിൽ നാം കാണുന്നുണ്ട്, സമാധാനത്തിൻ്റെ സന്ദേശവാഹകനായി ഒരു ഭാവി രാജാവിനെ, യേശുവിനെ വിഭാവനം ചെയ്യുന്നത്. നമുക്കറിയാവുന്നതുപോലെ അനേക വർഷങ്ങൾ ഒരു രാജാവില്ലാതെ വിഷമിച്ചിരുന്ന, ഒരു രാജാവിന് വേണ്ടി ദാഹത്തോടെ കാത്തിരുന്ന ഇസ്രായേൽ ജനം തങ്ങൾക്ക് രക്ഷകനായി ഒരു രാജാവ് വരും എന്ന പ്രതീക്ഷയോടെ കാത്തിരുന്ന ഇസ്രായേൽ ജനത്തിൻ്റെ മധ്യത്തിലേക്കാണ് യേശു വിജയാരവത്തോടെ, ആഘോഷങ്ങളോടെ കടന്നു വരുന്നത്. ഏറെ നാളായി രാജാവില്ലായിരുന്ന, തങ്ങളെ നയിക്കുവാനൊരു രാജാവില്ലായിരുന്ന ആ ജനത തങ്ങൾക്ക് എന്തെങ്കിലും ഒരു രാജാവ് വരും, തങ്ങളെ രക്ഷിക്കുവാനായി ഒരു രക്ഷകൻ വരുമെന്ന പ്രതീക്ഷയിൽ കാത്തിരിക്കുകയായിരുന്നു. ആ കാത്തിരിപ്പ് ഏകദേശം സഫലമായ ഒരു പ്രതീതിയാണ് ഇന്നേ ദിവസം അവരുടെ മനസ്സിലുണ്ടായത്. കാരണം അന്നുവരെ കണ്ടിട്ടില്ലാത്ത രീതിയിൽ അത്യാഹ്ലാദത്തോടെ ജനങ്ങൾ, ആരവത്തോടെ ജനങ്ങൾ ഒരാളെ ദേവാലയത്തിലേക്ക് ആനയിക്കുന്നു. അവസാനം തങ്ങൾക്ക് രക്ഷ നൽകുവാനായിട്ട് ഒരു രക്ഷകൻ വന്നിരിക്കുന്നു. ഇതായിരുന്നു അവരുടെ ചിന്ത. ഈ രാജാവിന് ചില പ്രത്യേകതകൾ ഉണ്ടായിരുന്നു. സാധാരണ രാജാക്കന്മാരുടെ പ്രത്യേകത നമുക്കറിയാം. എല്ലാം സ്വന്തമായി കരുതുന്ന, സർവ്വ പ്രൗഢിയോടും കൂടി കടന്നു വരുന്ന രാജാവിനെയാണ് നമ്മൾ കണ്ടിട്ടുള്ളത്. എന്നാൽ ഇപ്പോൾ കടന്നു വരുന്ന ഈ രാജാവിൻ്റെ ചില പ്രത്യേകതകൾ ഉണ്ടായിരുന്നു. രാജാവ് വിനീതനായിട്ടാണ് കടന്നു വരുന്നത്. വിനയാന്യതനായ ഒരു എഴുന്നള്ളിപ്പാണ് നമ്മളിവിടെ കാണുന്നത്. അതുപോലെ തന്നെ ആ രാജാവ് ദരിദ്രനാണ്. ജെറുസലേമിൻ്റെ രാജസങ്കല്പത്തിൽ നിന്ന് വ്യത്യസ്തമായി ഒരു കഴുതക്കുട്ടിയുടെ പുറത്ത് വിനീതനായി, ദരിദ്രനായി അവിടുന്ന് എഴുന്നള്ളി വരുന്നു. അതുപോലെ രാജാക്കന്മാരുടെ പ്രത്യേകതയാണ് സ്വന്തം നേട്ടങ്ങളിൽ അഭിമാനിക്കുക, സ്വന്തം നേട്ടങ്ങൾ ജനങ്ങളോട് വിളിച്ചു പറയുക, അവരുടെ മുമ്പിൽ അവതരിപ്പിക്കുക, അവരെ കണ്ട് അംഗീകരിപ്പിക്കുക എന്നൊക്കെയുള്ള രാജാവിൻ്റെ സ്വഭാവമാണ്. എന്നാൽ ഈ രാജാവിന് സ്വന്തം നേട്ടങ്ങളിൽ അഹങ്കാരമില്ല. സ്വന്തം നേട്ടങ്ങളിൽ അഹങ്കരിക്കാത്തൊരു രാജാവ്, എല്ലാം ദൈവത്തിൽ നിന്നും പ്രതീക്ഷിക്കുന്ന, താനൊന്നുമല്ല, എല്ലാം പിതാവായ ദൈവത്തിൻ്റെ സമാനമാണെന്ന് ഹൃദയത്തിൽ വിശ്വസിക്കുകയും ജനങ്ങളെ പഠിപ്പിക്കുകയും ചെയ്യുന്ന, ഞാൻ പിതാവിനാൽ അയക്കപ്പെട്ടവനാണെന്ന് ജനങ്ങളോട് മടിയില്ലാതെ പ്രഘോഷിക്കുന്ന ഒരു രാജാവ്. ദൈവത്തിനുമുമ്പിൽ നിൽക്കുന്ന രാജാവ്, വിനീതനായി ദൈവ തിരുമുൻപിൽ നിൽക്കുന്ന, പിതാവായ ദൈവത്തിന് മുൻപിൽ നിൽക്കുന്ന ഒരു രാജാവാണ് യേശുവിൽ നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. രാജാവ് മറ്റു രാജാക്കന്മാർ രഥങ്ങളിലും വിലയേറിയ കുതിരപ്പുറത്തും വരുമ്പോൾ ഇവിടുന്ന് ദരിദ്രനായി ഒരു കഴുതക്കുട്ടിയുടെ പുറത്ത് വിനയാന്യതനായി കടന്നു വരുന്നു. സാധാരണ രാജാക്കന്മാരും യേശുവാകുന്ന രാജാവും തമ്മിലുള്ള വ്യത്യാസം അതാണ്. അവിടുന്ന് ദരിദ്രനാണ്, വിനീതനായി വിനയത്തോടുകൂടി കഴുതയുടെ പുറത്ത് അവിടുന്ന് എഴുന്നള്ളി വരുന്നു. അവിടുത്തെ സമാധാന സന്ദേശത്തിന്, അല്ലെങ്കിൽ അവിടുന്ന് നൽകുന്ന സമാധാനത്തിന് അതിരുകളില്ല, അതിർത്തി വരമ്പുകളില്ല. ലോകത്തിന് മുഴുവൻ സമാധാനത്തിൻ്റെ സന്ദേശവുമായിട്ടാണ് തമ്പുരാൻ കടന്നു വരുന്നത്. പലർക്കും രക്ഷ നൽകുന്നതിൻ്റെ പൂർത്തീകരണമാണ്.
രക്ഷ പ്രതീക്ഷിച്ചിരുന്നവരുടെ ആ പ്രതീക്ഷയുടെ പൂർത്തീകരണമായിട്ടാണ് യേശുനാഥൻ ജെറുസലേം ദേവാലയത്തിലേക്ക് കടന്നു വരുന്നത്. രക്ഷകൻ്റെ വരവ് അവരാഘോഷിക്കുകയാണ്. തമ്പുരാൻ വിനീതനായി എളിമയോടുകൂടി ജെറുസലേം ദേവാലയത്തിലേക്ക് കടന്നു വരുന്നു. എല്ലാവർക്കും രക്ഷ നൽകുന്നതിൻ്റെ ആ രക്ഷ പ്രതീക്ഷിച്ചിരുന്ന മനുഷ്യരുടെ ആ രക്ഷയുടെ പൂർത്തീകരണമായിട്ടാണ് യേശുവിനെ നാം ഇവിടെ കാണുന്നത്. മറ്റ് ഡിമാൻഡുകളൊന്നുമില്ലാതെ തന്നിൽ പ്രതീക്ഷ അർപ്പിക്കുന്നവർക്ക്, തന്നിൽ വിശ്വസിക്കുന്നവർക്ക്, തൻ്റെ വരവിന് വേണ്ടി കാത്തിരിക്കുന്നവർക്ക് പൂർണ്ണമായ രക്ഷ നൽകുന്ന യേശുവിൻ്റെ കടന്നുവരവാണ് നമ്മുടെ കാണുന്നത്. ജെറുസലേമിലേക്ക് പ്രവേശിക്കുന്ന യേശുവിൽ കാണുന്ന ഈ പ്രത്യേകതകൾ നമ്മുടെ ജീവിതത്തിലും, പ്രത്യേകിച്ച് ഈ വലിയ ആഴ്ചയിലേക്ക് പ്രവേശിക്കുമ്പോൾ അവിടുന്ന് കണ്ട ആ എളിമയുടെയും നന്മയുടെയും വിനീതഭാവത്തിൻ്റെയും സ്വഭാവങ്ങൾ സ്വന്തമാക്കുവാൻ, പൂർണ്ണമായും ദൈവത്തിൽ ആശ്രയിക്കുന്ന ആ മനോഭാവത്തിലേക്ക് വളർന്നു വരുവാനായിട്ട് ഈ വലിയ ആഴ്ചയെ നമ്മൾ പ്രത്യേകമായിട്ട് ഓർമ്മിപ്പിക്കുകയാണ്. ദൈവ തിരുമുമ്പിൽ എളിയവരാകുക, ദൈവ തിരുമുമ്പിൽ വിനീതരാകുക, എന്തിനും ഏതിനും ദൈവസ്വരത്തിന് വേണ്ടി കാതോർക്കുക, ദൈവം കൽപ്പിക്കുന്നത് പോലെ പ്രവർത്തിക്കുക. ഈ ഓശാന തിരുനാൾ നമ്മോട് പറയുന്നത് അതാണ്. അഹങ്കാരത്തിൻ്റെ പുറച്ചട്ടുകൾ മാറ്റിവെച്ചുകൊണ്ട്, ആ അഹങ്കാരത്തിൻ്റെ പുറച്ചട്ടുകൾ ഊരി വലിച്ചെറിഞ്ഞുകൊണ്ട് എളിമയുടെ വസ്ത്രം ധരിക്കുവാൻ, എളിമയുടെ രാജാവിനെ സ്വീകരിക്കുവാൻ നമ്മൾ ഈ ഓശാന തിരുനാൾ നമ്മൾ ആവശ്യപ്പെടുന്നു. വിശുദ്ധ മത്തായി ശ്ലീഹായുടെ വിവരണമനുസരിച്ച് യേശുവിൻ്റെ ജെറുസലേം പ്രവേശനവും ദേവാലയ ശുദ്ധീകരണവുമാണ് നാം കാണുന്നത്. യേശു ദേവാലയത്തിലേക്ക് കടന്നു വന്നപ്പോൾ തന്നെ പിതാവിൻ്റെ ഭവനത്തിലേക്ക് കടന്നു വന്നപ്പോൾ അവിടെ കാണരുതാത്ത കാഴ്ചകൾ, ദേവാലയത്തിൻ്റെ പരിശുദ്ധിക്ക് കളങ്കം വരുത്തുന്ന കാഴ്ചകൾ കണ്ടപ്പോൾ അവിടുന്ന് ആ തിന്മകളെ തുടച്ചു നിൽക്കുവാനായിട്ട് ബോധപൂർവം ശ്രമിക്കുന്നത് നാം കാണുന്നുണ്ട്. ഈ ഓശാന തിരുനാൾ നമ്മോടും ആവശ്യപ്പെടുന്നത് ഇത് തന്നെയാണ്. എളിമയുടെ ഭാവം ധരിച്ചുകൊണ്ട് നമ്മുടെ ജീവിതത്തിലെ ദേവാലയം, കർത്താവിൻ്റെ ആലയമാകുന്ന, പരിശുദ്ധാത്മാവിൻ്റെ ആലയമാകുന്ന നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ വിശുദ്ധിക്ക് ചേരാത്ത, ദേവാലയത്തിൻ്റെ പരിശുദ്ധിക്ക് ചേരാത്ത പാഴ്വസ്തുക്കളെ പുറത്തു കളയുവാനായിട്ട്, തിന്മയുടെ സ്വാധീനങ്ങളെ പുറത്തു കളയുവാനായിട്ട് ഈ ഓശാന തിരുനാൾ നമ്മോടും ആവശ്യപ്പെടുന്നു. നമ്മുടെയൊക്കെ ജീവിതത്തിലേക്ക് കടന്നു പോകുമ്പോൾ നമുക്കറിയാം, ഒത്തിരി പ്രശ്നങ്ങളും പ്രതിസന്ധികളും, ഒത്തിരി തന്നിഷ്ടങ്ങളും, ഒത്തിരി തൻ്റെ ഇടങ്ങളും ഒക്കെ നമ്മുടെ ഉള്ളിൽ നമ്മൾ സൂക്ഷിച്ചിട്ടുണ്ട്. സ്വാർത്ഥതയുടെ മനുഷ്യരായി നമ്മൾ പലരും ഇന്ന് മാറിയിരിക്കുകയാണ്. എങ്ങനെയും നേടണം, എല്ലാം സ്വന്തമാക്കണം, എല്ലാം വെട്ടിപ്പിടിക്കണമെന്ന ആഗ്രഹത്തോടു കൂടി പിതാവിൻ്റെ ഭവനം പോലും നമ്മൾ അശുദ്ധമാക്കി തീർത്തിരിക്കുന്ന ഈ സമയത്ത് ഓശാന തിരുനാളിൽ കർത്താവ് നമ്മോട് ആവശ്യപ്പെടുന്നു, അതിനെയെല്ലാം കയറ് ചമ്മട്ടുകൊണ്ട് അടിച്ചു പുറത്താക്കുക. ഒരു ദേവാലയ ശുദ്ധീകരണം, ഒരു ആന്തരിക ശുദ്ധീകരണം നമ്മളിൽ സാധ്യതമാകണം. എങ്കിൽ മാത്രമേ നമ്മുടെ ഈ ഓശാന ആഘോഷം, ഓശാന തിരുനാൾ അതിൻ്റെ യഥാർത്ഥ ചൈതന്യത്തിൽ നമുക്ക് കൊണ്ടാടുവാനായിട്ട് പറ്റുകയുള്ളൂ. പലപ്പോഴും നമ്മളെ സംബന്ധിച്ച് നമുക്ക് പുറമേ നമ്മൾ വിശുദ്ധീകരണം നടക്കുന്നുണ്ടെന്ന് നടിക്കുമ്പോഴും ചില കാര്യങ്ങൾ ഉള്ളിൽ നിന്നും പറിച്ചു കളയുവാനായിട്ട്, മാറ്റിക്കളയുവാനായിട്ട്, ആ സ്ഥാനങ്ങളിൽ കർത്താവിനെ പ്രതിഷ്ഠിക്കുവാനായിട്ട്, വിശുദ്ധി കൊണ്ട് നിറയ്ക്കുവാനായിട്ട് നമുക്ക് ഒരുപാട് മടിയാണ്. എൻ്റെ സ്വാർത്ഥത, എൻ്റെ തൻപോരിമ, മറ്റുള്ളവരെ അംഗീകരിക്കുവാനുള്ള ബുദ്ധിമുട്ട്, മറ്റുള്ളവരോട് കരുണ കാണിക്കുവാനുള്ള ബുദ്ധിമുട്ട്, ഈ മേഖലകളിലൊക്കെ, അതുപോലെ പണത്തിനും പ്രതാപത്തിനും വേണ്ടി എവിടെയൊക്കെ കച്ചവട സ്ഥലമാക്കാമോ അവിടെയൊക്കെ കച്ചവട സ്ഥലമാക്കുന്ന നമ്മുടെ മനോഭാവം നമ്മുടെ ഉള്ളിൽ നിന്നും മാറ്റിക്കളയുവാനായിട്ട് തമ്പുരാൻ ആഗ്രഹിക്കുകയാണ്. അങ്ങനെ വിശുദ്ധി കൊണ്ട് നിറഞ്ഞ, തിന്മകൾ നീക്കപ്പെട്ട ഒരു ഹൃദയത്തിൽ മാത്രമേ ഓശാന രാജാവിന് എഴുന്നള്ളി വരുവാനായിട്ട് സാധിക്കുകയുള്ളൂ. അവിടുന്ന് കടന്നു വരുന്ന വിനീതനായിട്ടാണെന്നാണ് വചനം പറയുക. ഒരു കഴുതക്കുട്ടിയുടെ പുറത്ത് എല്ലാ രാജഭാവങ്ങളും എല്ലാ പ്രൗഢികളും മാറ്റിവെച്ചുകൊണ്ടാണ് അവിടുന്ന് വരുന്നത്. നമ്മളും ഇത് തന്നെയാണ് ചെയ്യേണ്ടത്. നമ്മുടെ എല്ലാ പ്രൗഢികളും, എല്ലാ അഹങ്കാരങ്ങളും, പണത്തിൻ്റെ പിൻബലവും സ്വാധീനത്തിൻ്റെ പിൻബലവും ഒക്കെ മാറ്റിവെച്ചുകൊണ്ട് എളിമയുള്ള ഒരു ഹൃദയത്തിനുടമയായി തീർന്നാൽ ഈ ഓശാന തിരുനാളാഘോഷം നമ്മുടെ ജീവിതത്തെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും അർത്ഥപൂർണമായി തീരും. യേശു നമ്മുടെ ജീവിതത്തിലേക്ക്, നമ്മുടെ ദേവാലയമാകുന്ന, അവൻ്റെ ആലയമാകുന്ന നമ്മുടെ ഹൃദയത്തിലേക്ക് സസന്തോഷം കടന്നു വരും. അതിന് വഴി നമ്മൾ ഒരുക്കണം.
ദൈവരാജ്യത്തെക്കുറിച്ച് പ്രസംഗിച്ച ആ യേശു ദേവാലയത്തിലേക്ക് കടന്നു വരുമ്പോൾ സർവ്വജനതകൾക്കും വേണ്ടിയുള്ള ആരാധനയുടെ സ്ഥലം എന്ന് പ്രഘോഷിച്ച് ആ ദേവാലയത്തിലേക്ക് കടന്നു വരുമ്പോൾ അവിടെ കാണുന്ന കച്ചവടക്കാരെയും നാണയമാറ്റക്കാരെയും ഒക്കെയാണ്. ദേവാലയത്തിൻ്റെ പരിശുദ്ധിക്ക് ചേരാത്ത, ദൈവാനുഗ്രഹം പോലും അല്ലെങ്കിൽ ദൈവിക ചിന്തകൾ പോലും പണത്തിന് തൂക്കി വിൽക്കുന്ന യഹൂദ പ്രമാണിമാരെ കണ്ടപ്പോൾ അവിടുന്ന് സർവ്വതും മറന്ന് പിതാവിനോടുള്ള തീക്ഷ്ണതയാൽ ജ്വലിച്ച് അവരെയെല്ലാം ദേവാലയത്തിൽ നിന്ന് അടിച്ച് പുറത്താക്കുന്നതായിട്ട് നമ്മൾ കാണുന്നുണ്ട്. നാണയമാറ്റക്കാരുടെ നാണയത്ത് മേശകൾ തട്ടിമറിച്ചിടുന്നതായിട്ടും പ്രാവുകളെ വിൽക്കുന്നവരോട് അവരെ ഇവിടുന്ന് എടുത്തുകൊണ്ട് പോകാൻ കൽപ്പിക്കുന്നതായിട്ടൊക്കെ നാം കാണുന്നുണ്ട്. ഇത്തരം യേശുവിൻ്റെ പ്രവർത്തനങ്ങളാണ് യഹൂദരുമായിട്ട് ഒരു സംഘട്ടനത്തിലേക്ക് വഴിതെളിക്കുന്നത്. അവർ ചോദിക്കുന്നത്, ഇത് ചെയ്യുവാൻ നിനക്ക് എന്ത് അധികാരമാണ്? യഹൂദർ ദേവാലയത്തെ ഉപജീവന മാർഗമായി കണ്ടപ്പോൾ യേശു ദേവാലയത്തെ പിതാവിൻ്റെ ഭവനമായിട്ട്, വിശുദ്ധിയുടെ നിറവിടമായിട്ട് കണ്ടു. നമ്മുടെയൊക്കെ ജീവിതത്തിൽ നമ്മളും ആരാധനയ്ക്ക് നമ്മൾ ദേവാലയത്തിൽ എത്തുമ്പോൾ, അല്ലെങ്കിൽ നമ്മുടെയൊക്കെ ജീവിത വിശുദ്ധി ഏത് രീതിയിലുള്ളതാണ്? നമ്മൾ എന്തിനാണ് പ്രാധാന്യം കൊടുക്കുന്നത് എന്ന് പ്രത്യേകമായിട്ടും ചിന്തിക്കുന്നതാണ്. പണത്തിനും സ്വാധീനത്തിനും സ്വാർത്ഥതയ്ക്കുമാണോ എൻ്റെ ജീവിതത്തിൽ സ്വാധീനം ഞാൻ കൊടുത്തിരിക്കുന്നത്, അല്ലെങ്കിൽ പ്രാധാന്യം ഞാൻ കൊടുത്തിരിക്കുന്നത്? ജീവിത വിശുദ്ധി കാത്തു സൂക്ഷിക്കുവാനായിട്ട് എനിക്ക് സാധിക്കുന്നുണ്ടോ? ഈ മേഖലകളെല്ലാം നമ്മൾ പര്യാലോചിക്കേണ്ട ദിവസമാണ് ഈ ഓശാന തിരുനാൾ ദിവസം. സമാധാന രാജാവായ യേശു ഇസ്രായേൽ രാജാക്കന്മാരുടെ സ്ഥാനാരോഹണം ചെയ്യുമ്പോഴുള്ള ആ ആരവത്തോടു കൂടി തന്നെയാണ്, ആ ബഹളങ്ങളോടു കൂടി തന്നെയാണ് ജെറുസലേം ദേവാലയത്തിലേക്ക് പ്രവേശിക്കുന്നതെന്ന് വിശുദ്ധ ഗ്രന്ഥം സാക്ഷ്യപ്പെടുത്തുന്നു. ഏറെ ആരവത്തോടെ ജനങ്ങൾ അവനെ കൈനീട്ടി സ്വീകരിച്ചു. ഇന്നുവരെ കണ്ടിട്ടില്ലാത്ത തരത്തിലുള്ള ഒരു രാജകീയ പ്രവേശനം. സാധാരണക്കാരായ ജനങ്ങൾ അവനെ ഇരുകൈകളും നീട്ടി സ്വീകരിച്ചു. എന്നാൽ യഹൂദ പ്രമാണികൾ, വചനം പഠിച്ചവരെന്ന് അഭിമാനിക്കുന്നവർ, നിയമങ്ങൾ കാക്കുന്നെന്ന് അഭിമാനിക്കുന്നവർ അവനെ തള്ളിപ്പറയുവാനാണ്, അവൻ്റെ ഓരോ ചെയ്തിയിലും കുറ്റം കണ്ടെത്തുവാനാണ് ശ്രമിച്ചത്. ഓശാന തിരുനാൾ അവർക്കൊരു അസ്വസ്ഥത ജനിപ്പിക്കുന്ന നിമിഷങ്ങളായി മാറി. യേശുവിന് ജനങ്ങൾ ജയ് വിളിക്കുന്നത്, ഓശാന വിളിക്കുന്നത്, യേശുവിനോട് ഓശാന വിളിയിലൂടെ ഞങ്ങളെ രക്ഷിക്കണമേ എന്ന് പറയുന്നത് അവർക്ക് അസ്വസ്ഥതയുണ്ടാക്കി. എങ്ങനെയെങ്കിലും ഈ മനുഷ്യനെ ഇവിടുന്ന് പുറത്താക്കണം, എങ്ങനെയെങ്കിലും ഈ മനുഷ്യനെ നശിപ്പിക്കണം എന്നുള്ള ഗൂഢാലോചനപരമായ ചിന്തയാണ് അവരുടെ ഉള്ളിലുണ്ടായത്. ഇതിന് പ്രധാനപ്പെട്ട കാരണം ഹൃദയവിശുദ്ധിയില്ലാതെയാണ് അവരിത് കണ്ടു നിന്നത് എന്നുള്ളതാണ്. എളിമയെ സ്വീകരിക്കുക, എളിമയുടെ പാഠം പഠിക്കുവാൻ യഹൂദ പ്രമാണികളും യഹൂദ പുരോഹിതന്മാരും മറന്നുപോയി. അവർ പണത്തിനും സ്വാധീനത്തിനും മാത്രം പ്രാധാന്യം കൊടുത്തു, അല്ലെങ്കിൽ തങ്ങളുടെ വിശ്വാസ പ്രമാണങ്ങൾക്ക് മാത്രം പ്രാധാന്യം കൊടുത്തു. ഈ ഓശാന തിരുനാൾ ആഘോഷിക്കുവാൻ ഒരുങ്ങുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ നമ്മളും ചിന്തിക്കണം, നമ്മുടെ ഹൃദയം യഥാർത്ഥമായി ഈ ഓശാന തിരുനാളിന് വേണ്ടി ഒരുങ്ങിയിട്ടുണ്ടോ? യേശുവിനെ നാഥനും രക്ഷകനുമായി ഏറ്റുപാടി ആരവത്തോടുകൂടി ഹൃദയത്തിലേക്ക് സ്വീകരിക്കുവാനായിട്ട് നമ്മൾ ഒരുങ്ങിയിട്ടുണ്ടോ? ഓശാന തിരുനാളിൻ്റെ അർത്ഥം നമ്മൾ ആത്മാർത്ഥമായി ആഴത്തിൽ ഗ്രഹിച്ചിട്ടുണ്ടോ? യേശു ദേവാലയത്തിലേക്ക് വരുമ്പോൾ, എൻ്റെ ഹൃദയമാകുന്ന ദേവാലയത്തിലേക്ക് വരുമ്പോൾ അവിടെ ഒരു ശുദ്ധീകരണം നടക്കേണ്ടതായിട്ടുണ്ട്, ഒരു അടിച്ചു തെളിക്കൽ നടക്കേണ്ടതായിട്ടുണ്ട്. ഈ ഒരു ശുദ്ധീകരണം നടക്കേണ്ട ദിവസങ്ങളാണ് ഇനി നമ്മൾ വരുന്ന ആഴ്ച, അത് വെള്ളിയാഴ്ചകളെല്ലാം നടക്കുന്നത്. പൂർണ്ണമായൊരു ശുദ്ധീകരണം, പൂർണ്ണമായൊരു മാനസാന്തരം, പൂർണ്ണമായൊരു തിരിച്ചുവരവ് ഈ ഓശാന തിരുനാളിൽ ദൈവം നമ്മളിൽ നിന്ന് ആഗ്രഹിക്കുന്നുണ്ട്. ദാവീദിൻ്റെ പുത്രൻ ഓശാന എന്ന ആത്മാർത്ഥതയോടുകൂടി പറയുവാനായിട്ട് നമ്മളെ തന്നെ ഒരുക്കേണ്ടതുണ്ട്. വായ്ത്താരിയായിട്ട് നമുക്കങ്ങനെ വിളിച്ച് പറയുവാൻ പറ്റും, പക്ഷേ ഹൃദയത്തിൽ നിന്ന് പറയുവാനായിട്ട് സാധിക്കണം. എളിമയുള്ള ജീവിതം കൊണ്ട് എളിമയുടെ രാജാവിന് സ്വാഗതം അരുളുവാൻ നമുക്ക് സാധിക്കണം. അതാണ് ഈ ഓശാന തിരുനാളിൻ്റെ പ്രത്യേകത. എളിമയുടെ തിരുനാളാണ് ഓശാന തിരുനാൾ. സ്നേഹത്തിൻ്റെ തിരുനാളാണ് ഓശാന തിരുനാൾ. വലിപ്പ ചെറുപ്പമില്ലാതെ, മുൻവിധികളില്ലാതെ യേശുവിന്, ദൈവത്തിന് സ്തുതിഗീതങ്ങൾ അർപ്പിക്കുന്ന ദിവസമാണ്. അതിനുവേണ്ടി നമ്മളെ തന്നെ ഒരുക്കുവാനാണ് ഇന്നേ ദിവസം നമ്മൾ പ്രത്യേകമായിട്ട് പരിശ്രമിക്കേണ്ടത്. ആഘോഷങ്ങൾ പല രീതിയിൽ നമുക്ക് സംഘടിപ്പിക്കുവാൻ പറ്റും, പല രീതിയിൽ ശബ്ദകോലാഹലങ്ങൾ ഉണ്ടാക്കുവാനായിട്ട് നമുക്ക് പറ്റും, ജനങ്ങൾക്കൊപ്പം കൂടി നടന്ന് അലറി വിളിക്കുവാൻ നമുക്ക് സാധിക്കും.
പക്ഷേ ഈ ഓശാന തിരുനാളിൻ്റെ അർത്ഥം മനസ്സിലാക്കിക്കൊണ്ട്, അതിൻ്റെ വിശുദ്ധി മനസ്സിലാക്കിക്കൊണ്ട്, അതിൻ്റെ പ്രാധാന്യം മനസ്സിലാക്കിക്കൊണ്ട് ഓശാന തിരുനാൾ ആഘോഷിക്കുമ്പോഴാണ് നമ്മൾ യഥാർത്ഥത്തിൽ ദൈവമകനും മകളുമായി തീരുന്നത്, അല്ലെങ്കിൽ യേശുവിൻ്റെ ഏറ്റവും അടുത്ത അനുയായികളായി തീരുന്നത്. ഞങ്ങളെ സഹായിക്കണമേ എന്നുള്ളതാണ്. നമുക്കറിയാം, ഓശാന എന്ന വാക്കിൻ്റെ അർത്ഥം തന്നെ നമുക്കറിയാം, ദൈവമേ ഞങ്ങളെ സഹായിക്കണമേ എന്നുള്ളതാണ്. രണ്ട് കൈയും വിട്ട് കർത്താവിനോട് പ്രാർത്ഥിക്കുകയാണ്, ഞങ്ങളെ സഹായിക്കണം, ഞങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരണം, ഞങ്ങളുടെ പ്രശ്നങ്ങളിലേക്ക് കടന്നു വരണം, ഞങ്ങളെ സഹായിക്കണം, ഞങ്ങളുടെ ജീവിതത്തിലൂടെ നീ കടന്നു പോകണം. ഈ ഒരു മനോഭാവം നമുക്കുണ്ടാകണം. അന്ന് ജെറുസലേമിൽ കൂടിയിരുന്ന തീർത്ഥാടകരെല്ലാം യേശുവിൻ്റെ ഈ വരവിനെ ആഘോഷിച്ചു. ആത്മാർത്ഥതയോടുകൂടി തന്നെ. അന്ന് വരെ ജെറുസലേം നഗരം കണ്ടിട്ടില്ലാത്ത വിധം ജനങ്ങൾ കൈകളിൽ കുരുത്തോലകളുമായി ഇളകി വരുന്നത് കണ്ടപ്പോൾ അവരും ആ ജനത്തോടൊപ്പം ചേർന്ന് യേശുവിനെ പാടിപ്പുകഴ്ത്തി. എന്നാൽ അവിടെ അസൂയ മൂത്ത് മാറി നിന്നത് നമുക്കറിയാം യഹൂദ പ്രമാണികളാണ്, യഹൂദരാണ്. അവർക്കിത് കണ്ടിട്ട് സഹിക്കുവാൻ പറ്റിയില്ല. അതുകൊണ്ടാണ് അവരെ യേശുവിൻ്റെ അടുത്ത് എന്ന് പറഞ്ഞത്, ഈ കുട്ടികൾ എന്താണ് പറയുന്നതെന്ന് നീ കാണുന്നില്ലേ, നീ അവരെ ശാസിക്കുക, അവരെ മാറ്റി നിർത്തുക. അവരുടെ അസൂയയുടെയും എതിർപ്പിൻ്റെയും ഒരു സ്വരമാണ് അവിടെ കേൾക്കുന്നത്. ഇങ്ങനെയൊന്നും ഒരുതിനും ഞങ്ങളെക്കാൾ വലിയവനാകേണ്ട, ഞങ്ങളാണ് ഇവിടുത്തെ പ്രമാണിമാർ, ഞങ്ങളെക്കാൾ എവിടെ നിന്നോ വന്ന ഒരാൾ ഞങ്ങളെക്കാൾ വലിയ പ്രമാണിയാകേണ്ട എന്നുള്ള ആ വലിയ മനോഭാവം, ആ അസൂയ നിറഞ്ഞ, ആ തിന്മ നിറഞ്ഞ മനോഭാവം, ദൈവത്തിൻ്റെ തിരുമുന്നിൽ പോലും എളിമപ്പെടുവാൻ മടി കാണിക്കുന്ന ആ മനോഭാവം. ഈ ഓശാന തിരുനാളിന് വേണ്ടി ഒരുങ്ങുമ്പോൾ നമ്മളും നമ്മോട് തന്നെ ഒന്ന് ചോദിക്കേണ്ട ഒരു ചോദ്യമുണ്ട്. യഹൂദരുടെയും ഫരിസേയരുടെയും മനോഭാവമാണോ എന്നെ നയിക്കുന്നത്? എളിമപ്പെടേണ്ടത് എളിമപ്പെടുവാൻ, ദൈവത്തെ പാടി സ്തുതിക്കേണ്ടത് പാടി സ്തുതിക്കുവാൻ നമുക്ക് സാധിക്കുന്നുണ്ടോ? അത് ഞാൻ ഒരുക്കമാണ്. നമുക്കെല്ലാവർക്കും അതിന് സാധിക്കും. തീർച്ചയായും ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മൾ വസിക്കുമ്പോൾ നമുക്കതിന് സാധിക്കും. പക്ഷെ നമ്മളെ തന്നെ വിട്ടുകൊടുക്കുവാനായിട്ട് തയ്യാറാണോ? ദൈവത്തിൻ്റെ മുൻപിലും മനുഷ്യരുടെ മുൻപിലും എളിമപ്പെടുവാനായിട്ട് നമുക്ക് തയ്യാറാണോ? ഈ ഒരു ചിന്ത നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരേണ്ടത് വളരെ അത്യാവശ്യമാണ്. കർത്താവിൻ്റെ നാമത്തിൽ വരുന്നവനെന്ന സങ്കീർത്തന സ്വരം, അല്ലെങ്കിൽ ആ അഭിവാദന സ്വരം സ്വർഗം വരെ എത്തിയെന്നാണ് പറയുക. കർത്താവിൻ്റെ നാമത്തിൽ വരുന്നവൻ അനുഗ്രഹീതനാകുന്നു. സങ്കീർത്തനങ്ങളുടെ പുസ്തകത്തിൽ നമ്മൾ കാണുന്നുണ്ട്. കർത്താവിൻ്റെ നാമത്തിൽ, സങ്കീർത്തനം 118:26 നാം ഇത് കാണുന്നുണ്ട്. കർത്താവിൻ്റെ നാമത്തിൽ വരുന്നവൻ അനുഗ്രഹീതനാണ്. ആ കർത്താവിൻ്റെ നാമത്തിൽ വരുന്നവനെ സന്തോഷത്തോടു കൂടി സ്വീകരിക്കുവാനായിട്ട്, സർവ്വജനപദങ്ങളോടും കൂടി സ്വീകരിക്കുവാനായിട്ട്, ഈ ഓശാനയ്ക്ക് നമ്മൾ ആമേൻ പറയുമ്പോൾ നമ്മുടെ കർത്താവിനെ നമ്മുടെ രാജാവും രക്ഷകനുമായിട്ട്, ജീവിതത്തിൻ്റെ നിയന്താവായിട്ട് നമ്മൾ സ്വീകരിക്കുക ചെയ്യുന്നത്. നമ്മയൊക്കെ സംബന്ധിച്ചിടത്തോളം ഓശാന എന്ന് പറയുന്ന ആണ്ടുതോറും കൊണ്ടാടുന്ന ഒരു ഉത്സവം, ഒരു ആഘോഷം മാത്രമല്ല, അത് നമ്മുടെ ജീവിതത്തിൻ്റെ വിശ്വാസ പ്രഘോഷണം കൂടിയാണ്. നാഥനെ രക്ഷകനും എൻ്റെ ജീവിതത്തിൻ്റെ നിയന്താവുമായിട്ട് നമ്മൾ ഏറ്റുപറയുന്ന നിമിഷമാണ്. അങ്ങനെ ചെയ്യുവാനായിട്ട് നമുക്ക് സാധിക്കുന്നുണ്ടോ? അല്ലെങ്കിൽ നമ്മുടെ മനോഭാവം ഏതാണ്? യേശുവിനെ രക്ഷകനായിട്ട് സ്വീകരിക്കുവാൻ, കർത്താവിൻ്റെ നാമത്തിൽ കടന്നു വരുന്നവനെ കർത്താവിൻ്റെ നാമത്തിൽ സ്വീകരിക്കുവാനായിട്ട്, ദൈവപുത്രനെ സ്വീകരിക്കുവാനായിട്ട് നമ്മൾ ഒരുങ്ങിയിട്ടുണ്ടോ എന്നുള്ളതാണ് നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. നമുക്കറിയാം, ഇതിൻ്റെ ഇടയ്ക്ക് ജെറുസലേം നിവാസികൾ അസ്വസ്ഥരാകുന്നുണ്ട്. അതാ യഹൂദ പ്രമാണികളുടെ വാക്കിൽ നമുക്ക് കാണുവാൻ സാധിക്കും. നീ എന്തുകൊണ്ടാണ് ഇത് കാണാതിരിക്കുന്നത്? ജനങ്ങളിങ്ങനെ കിടന്ന് ഇളകി മറിയുന്നത് നീ കാണുന്നില്ലേ? ശാന്തത നശിപ്പിക്കുന്നത് നീ കാണുന്നില്ലേ? കുട്ടികൾ ബഹളം വെക്കുന്നത് നീ കാണുന്നില്ലേ? ഇവർ ഓരോരോ കാരണങ്ങൾ കണ്ടുപിടിക്കുകയാണ്. എന്തിനു വേണ്ടിയാണ്? ഇത് നിർത്തിവെക്കണം, അല്ലെങ്കിൽ യേശുവിനെ ഇങ്ങനെ രക്ഷകനും നാഥനുമായിട്ട് ജനങ്ങൾ ഏറ്റുപറയുന്നതിൽ അവർക്ക് അസൂയ മൂത്തിരിക്കുകയാണ്. നമുക്കൊന്ന് ചിന്തിച്ചു നോക്കാം. യേശുവിന് ഓശാന പാടുമ്പോൾ, യേശുവിനെ പാടിപ്പകർത്തുവാനായിട്ട് നമ്മുടെ ഹൃദയങ്ങൾ അസ്വസ്ഥരാകുന്നുണ്ടോ? യേശുവിനെ നാമം ഏത് സാഹചര്യത്തിലും പാടി പ്രഘോഷിക്കുവാനായിട്ട്, രാജാതിരാജനായ യേശുവിനെ ഓശാന പാടുവാനായിട്ട്, നാഥനെ രക്ഷകനും നാഥനുമായിട്ട് അംഗീകരിക്കുവാനായിട്ട് നമ്മൾ അസ്വസ്ഥരാകുന്നുണ്ടോ? ഈ ഓശാന തിരുനാൾ ആഘോഷിക്കുമ്പോൾ നമ്മൾ ചിന്തിക്കേണ്ടതാണ്. രക്ഷകനെ നാവുകൊണ്ട് ഏറ്റുപറഞ്ഞുകൊണ്ട് നമുക്കും ഈ ഓശാന തിരുനാളിൽ ജെറുസലേം നിവാസികളോടൊപ്പം ചേരാം. നിഷ്കളങ്കരായ കുട്ടികളോടൊപ്പം നമുക്കും ചേരാം. ഓശാന പാടി കർത്താവിനെ നമ്മുടെ ഹൃദയത്തിലേക്ക് സ്വീകരിച്ച് അവിടുന്ന് നമ്മുടെ ജീവിതത്തിൽ നടത്തുന്ന ആ നവീകരണം, ആ അടിച്ചുതെളിക്കൽ, അടിച്ചു പുറത്താക്കലിന് നമുക്കൊന്ന് വിധേയരാകാം.
പുതിയ സൃഷ്ടികളായി മാറുവാൻ, ഒരു നവീകരിക്കപ്പെട്ട സൃഷ്ടി, ശുദ്ധീകരിക്കപ്പെട്ട സൃഷ്ടികളായി മാറുവാൻ നമുക്ക് ഓരോരുത്തർക്കും പ്രത്യേകമായിട്ട് പരിശ്രമിക്കാം. നമുക്കറിയാം, കർത്താവിൻ്റെ ഭവനവും പണവും അല്ലെങ്കിൽ സ്വാർത്ഥയും തമ്മിൽ ഒന്നിച്ചു പോകില്ല. ആത്മദാനവും പരസ്പര സ്നേഹവും ഐക്യമൊക്കെ ഒന്നിച്ചു പോകേണ്ടതാണ് കർത്താവിൻ്റെ ഭവനം. അതിന് വിരുദ്ധമായി നിൽക്കുന്ന പരസ്പരം കരുണയുടെയും സ്നേഹത്തിൻ്റെയും പരസ്പരം ഐക്യത്തിൻ്റെതുമൊക്കെ സ്വഭാവങ്ങൾ ഒന്നിച്ചു പോകേണ്ടതാണ് കർത്താവിൻ്റെ ഭവനം. അതിന് വിപരീതമായി നിൽക്കുന്ന എല്ലാ തിന്മകളെയും നമ്മുടെ ജീവിതത്തിൽ നിന്ന് മാറ്റിക്കളയുവാൻ ഈ ഓശാന ദിവസം, നമുക്ക് ഓശാന തിരുനാൾ ആഘോഷിക്കുമ്പോൾ നമുക്ക് കർത്താവിന് മുമ്പിൽ പ്രതിജ്ഞയെടുക്കാം. പുതിയ സൃഷ്ടികളായി തീരുവാൻ യേശുവിനെ സന്തോഷത്തോടെ നമ്മുടെ ഹൃദയങ്ങളിലേക്ക്, നമ്മുടെ ഭവനങ്ങളിലേക്ക് സ്വീകരിക്കാൻ നമുക്ക് ഒരുങ്ങാം. ഈ ഓശാന തിരുനാൾ നമുക്ക് എല്ലാവർക്കും അനുഗ്രഹത്തിൻ്റെയും സന്തോഷത്തിൻ്റെയും സമാധാനത്തിൻ്റെയും ഒരു ദിനമായി മാറട്ടെ. നിങ്ങളെല്ലാവരെയും ദൈവം സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.